ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ കീഴടങ്ങുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് കോടതിയുടെ സമയം അവസാനിച്ചതാണ്. പക്ഷേ പിന്നീട് കാസർഗോഡ് ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കോടതി ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുകയാണ്. അവിടെ ജഡ്ജി ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഹാജരാക്കാൻ കൊണ്ടുവരികയാണ്. അതല്ലെങ്കിൽ രാഹുൽ ഇവിടെയായിരിക്കും. ഇത് കേരള അതിർത്തിയിലെ ആദ്യത്തെ കോടതിയാണ്. സാരംഗ് സുരേഷ് അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, കുറെ അധികം ആളുകൾ ഒരു ഭാഗത്തേക്ക് ഓടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പ്രതിഷേധക്കാരുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? മജിസ്ട്രേറ്റ് കോടതിക്ക് പ്രധാനമായും 2 പ്രവേശന കവാടങ്ങളാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. യുവമോർച്ച പ്രവർത്തകർ വലിയ പ്രതിഷേധമായി ഇവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധമായി എത്തുന്നു. കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുന്നു എന്നതിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് ഹോസ്ദുർഗ് കോടതി. അപ്പോൾ ഹോസ്ദുർഗ് കോടതിയിലേക്ക് രാഹുൽ എത്തുമെന്നുള്ള സൂചനകൾക്ക് ബലം വെക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ പോലീസ് സന്നാഹങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു. പൊതുപ്രവർത്തകർ ഇവിടെ എത്തുന്നു, നാട്ടുകാരെത്തുന്നു. അത്തരത്തിൽ ശരി, ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ നിന്നുള്ള നാടകീയമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2:15 ഇന്ന് ഉച്ചയ്ക്ക് 2:15 തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുലിന്റെ അറസ്റ്റും കോടതി തടഞ്ഞിട്ടില്ല. ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കാമെന്ന സൂചനയാണ് പിന്നീട് കണ്ടത്. അതിനിടയ്ക്ക് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുമെന്ന വിവരം വന്നു. എന്തായാലും ഇപ്പോൾ വലിയ പോലീസ് സുരക്ഷ കേരള അതിർത്തിയിലെ ഹോസ്ദുർഗ് കോടതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് കൃത്യമായ പോലീസ് നിരീക്ഷണം, പോലീസ് കാവലാണ്. അത് പോലീസ് പ്രൊട്ടക്ഷൻ ആണോ, ഇനി കീഴടങ്ങാനെത്തുന്ന രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. രാഹുൽ ഇവിടെ കീഴടങ്ങാൻ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 2:15 തിരുവനന്തപുരത്തെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല, പ്രഥമ ദൃഷ്ട്യാ ചാർത്തിയ കുറ്റങ്ങളെല്ലാം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയത്. അതിന് പിന്നാലെ രാഹുൽ അറസ്റ്റിലേക്കോ അതല്ലെങ്കിൽ രാഹുൽ കീഴടങ്ങുമോ, ഈ 2 ചോദ്യങ്ങളായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. ഇപ്പോൾ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി അവിടെ നിൽക്കുന്നുണ്ട്. രാഹുൽ കീഴടങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. രാഹുൽ നേരത്തെ ഇടയ്ക്ക് വയനാടാണെന്ന് കേട്ടിരുന്നു, ഇപ്പോൾ കാസർഗോഡാണെന്ന് കേട്ടിരുന്നു. 2 അതിർത്തിയാണ്. തമിഴ്നാട്, ബംഗളൂരു, കർണാടക, അങ്ങനെ പല മേഖലകളിൽ രാഹുൽ ഒളിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ 8 ദിവസം. കഴിഞ്ഞ വ്യാഴാഴ്ച മുഖ്യമന്ത്രിക്ക് ആ പെൺകുട്ടി പരാതി കൊടുത്ത നിമിഷം മുതൽ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഇന്ന് ഫോൺ ഓൺ ആയിരുന്നു. പക്ഷേ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റിയ ഒരു വിവരവുമില്ല. പാർട്ടി പുറത്താക്കി, കോടതി മുൻകൂർ ജാമ്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും 5 മണിക്ക് നമുക്കറിയാം കോടതിയുടെ സമയം തീർന്നതാണ്. കോടതി സമയം അവസാനിച്ച് 2 മണിക്കൂർ പിന്നിടുന്നു. പക്ഷേ കോടതി ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുകയാണ്. അത് പോലീസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ അതെന്തിനാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ SIT കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഇവിടെ ഹാജരാക്കാൻ കൊണ്ടുവരികയാണോ, അതോ രാഹുൽ ഹോസ്ദുർഗ് കോടതിയിൽ വന്ന് കീഴടങ്ങുമെന്ന സൂചനയാണോ? ഇതിൽ ഏതാണ് കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ നടക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. എന്തായാലും പ്രതിഷേധവുമായി യുവജന സംഘടനകളെല്ലാം അവിടെ അണിനിരക്കുന്നുണ്ട്. കോടതി പരിസരത്ത് നാടകീയമായ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, എത്രത്തോളം വലിയൊരു പോലീസ് വിന്യാസം അവിടെയുണ്ട്? അവരോട് സംസാരിക്കാൻ കഴിഞ്ഞോ? എന്തുകൊണ്ടാണ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും കോടതി അടയ്ക്കാത്തത്? ആര്യ, ഇന്ന് രാവിലെ മുതൽ തന്നെ കാസർഗോഡ് ജില്ലയെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. പോലീസ് പെട്രോളിംഗും അതോടൊപ്പം തന്നെ വലിയ തോതിൽ ശക്തമാക്കിയിരുന്നു. അതിന് തുടർച്ച എന്നുള്ള രീതിയിൽ കാസർഗോഡ് ജില്ലയിലെ കോടതി പരിസരങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വൈകിട്ടാവുന്നതോടുകൂടി അസാധാരണമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിക്കകത്ത് ജഡ്ജി ഇപ്പോഴും തുടരുകയാണ്. ജഡ്ജി തുടരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ പൊതുജനങ്ങൾ കൂടുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ മാധ്യമങ്ങളടക്കം ക്യാമ്പിനകത്ത് കോടതിക്കകത്ത് പ്രവേശിച്ചിരുന്നതാണ്. എന്നാൽ അത് പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് പ്രധാന
വാതിൽ തകർക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നു. നമ്മളിതിൽ ചില ദൃശ്യങ്ങൾ പറഞ്ഞു പോകാതെ കഴിയില്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറ് ഉയർത്തുകയാണ്. ഒരു സമയത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ അനാശാസ്യം എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അഴിക്കുള്ളിലാകാൻ പോകുമ്പോൾ പ്രതീകാത്മകമായി ആ പൊതിച്ചോറ് ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് നമ്മൾ കാണുന്നത്. പൊതിച്ചോറിന്റെ മറവിൽ ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന അനാശാസ്യം നടത്തുന്നുവെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം, ആക്ഷേപം. ആ ആരോപണത്തിന് കൃത്യസമയത്ത് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന മറുപടി നൽകുകയാണ്. ഈ കോടതിക്ക് പരിസരത്ത് കോടതിയിൽ കീഴടങ്ങാൻ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പൊതിച്ചോറ് കൊടുക്കാനാണോ ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കോടതി സമയം കഴിഞ്ഞിട്ട്. ഇപ്പോഴും കോടതിയിൽ ജഡ്ജി തുടരുകയാണ്. കോടതി അടച്ചിട്ടില്ല. അതിന് പ്രത്യേക നിർദ്ദേശം ലഭിച്ചിട്ടാണ് കോടതി തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രാഹുലിനെ കൊണ്ടുവരികയാണോ, രാഹുൽ കീഴടങ്ങാൻ പോവുകയാണോ, അതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ഹോസ്ദുർഗ് കോടതിയിൽ നാടകീയമായ രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സന്നാഹങ്ങളുമായാണ് പോലീസ് അവിടെ നിലകൊള്ളുന്നത്. അത് പ്രൊട്ടക്ഷൻ ആണ്. അതായത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുമ്പോൾ ഈ കാണുന്നത് പോലെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന്, ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഒക്കെ വലിയ പ്രതിഷേധം വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ രാഹുലിനുള്ള പ്രൊട്ടക്ഷൻ ആണോ, അതായത് കസ്റ്റഡിയിലായി കഴിഞ്ഞു, കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇത്രയും സെൻസേഷനായ ഒരു കേസാണ്. അപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഭയക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇനി അതല്ലെങ്കിൽ ഇവിടെ വന്ന് രാഹുൽ കീഴടങ്ങുമെന്ന കൃത്യമായ സൂചന ലഭിച്ചോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്.